അത്തപ്പൂക്കളത്തിന്റെ പൂ തികയായതുകൊണ്ട് വാലേ പൂവുള്ളവരത്തിന് പൂ പറിക്കാൻ പറമ്പിലോട്ട് പറഞ്ഞു വിട്ടതാ. അപ്പൊ അവനെ തപ്പി രണ്ടുപേരെ പുറകെ വിടേണ്ട അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഓണത്തിന്റെ പായസം വെക്കാനുള്ള ഉരുളി എടുത്ത് കഴുകി വെക്കാം. ബാക്കി അളിയനും പപ്പയും കൂടെ കൊണ്ടായിക്കോളും. മേൽനോട്ടക്കാരായിട്ട് മഞ്ഞയും കറുപ്പായിട്ട് പല കളറും മൂന്നാലാണ് അതിലെ ചീറിപ്പറഞ്ഞ് ഇറപ്പുണ്ട് കേട്ടോ. അടുപ്പ് കൂട്ടി അത്തിലോട്ട് ഉരുളി എടുത്ത് വെച്ചപ്പം കാരണന്മാർക്ക് അടുപ്പിലും ആവാമെന്ന് പറഞ്ഞിട്ട് അടുപ്പിൽ കയറാൻ ഒരു കാരണത്തിൽ ഇരിക്കുക. ഓടിച്ചു ഞാൻ അവിടുന്ന്. അമ്പാൻ്റെ കൊട്ടറും ജിജ്ഞാസയും അങ്ങോട്ട് തീരുന്നില്ല. എന്തായാലും അടുപ്പത്ത് വെള്ളം തിളച്ചത് മമ്മി കൊണ്ടൊന്ന് അരിയിട്ട് പപ്പ അപ്പുറത്ത് പാല് പിഴിഞ്ഞു. നോക്കണ്ട, നല്ലപോലെ മസിൽ പിടിച്ച് തന്നെ ഇളക്കുന്നത്. അങ്ങനെ പായസത്തിൽ എനിക്കറിയാവുന്ന പണി ചെയ്തിട്ട് ബാക്കി നമുക്കറിയാവുന്ന പണിയിലോട്ട് കടന്നു. പൂക്കളില്ലാതെ എന്നെ ഓണാഘോഷം. കമോൺ. കൈ കിട്ടിയ 3 കളറും അത് ഇട്ടുകൊണ്ട് വന്ന് മുറം വെച്ച് ഞാനൊരു പയറ്റം കൊണ്ട് പയറ്റി. മുറം ചുമ നിലത്ത് കമത്തിയിട്ട് ഒരു ഡിസൈൻ വരച്ചിട്ട് അങ്ങോട്ട് ഇട്ടു. അതാണ് ആദ്യം കണ്ട പൂക്കളം. എന്തായാലും ഓണം വൈബ് കളയാണ്ടിരിക്കാൻ വേണ്ടി അത്തപ്പൂക്കളം ഇവനെ അഴിച്ചു വിട്ടാൽ കുളമാവും എന്നുള്ളതുകൊണ്ടും കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവൻ അവിടെ കിടന്ന് ഓണത്തിന് സംഘടിപ്പിക്കുകയാണ് കേട്ടോ. വാവലിൻ്റെ കുഞ്ഞാണോ എന്തോ. പിന്നെ മമ്മിയുടെ സ്പെഷ്യൽ ഉള്ളിത്തീലും കൂട്ടിയുള്ള സദ്യ. താനോസിൻ്റെ കൈയുമായിട്ടാണ് ഞാനിന്ന് ഉണ്ണാനിരിക്കുന്ന കൈസ്. എന്നാ പറയുന്നത്, നമ്മുടെ പൂക്കളത്തിന് ഡോമിനൻ്റ് കളർ വയലറ്റിന് വേണ്ടിയിട്ട് തേങ്ങാപ്പരിക്കകത്ത് ഉജാല കലക്കിയതാണ്. കഴിയിട്ടും പണ്ടാരം പോണില്ല. ഉജാല കഴിച്ച് ആരും ഇതുവരെ മരിച്ചിട്ടൊന്നുമില്ല. കയ്യിലേക്ക് ഇരിക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്ന ഉറച്ച് വെച്ച് കഴുകിയതാണ്. പാറക്കുട്ടിയോട് കോമ്പറ്റീഷൻ വെച്ച് ഞാൻ തന്നെ ഫസ്റ്റ് അടിച്ച് പപ്പടം കൂട്ടി ചോറ് ഫിനിഷ് ചെയ്തിട്ട് പായസം കുടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോയും എടുത്ത് നമ്മുടെ പിള്ളേർക്കും സദ്യ കൊടുത്തപ്പോഴത്തേനും ഓണം ഈ കൊല്ലത്തെ ഞാൻ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം.